ഹായ് ഫാമിലി വ്ളോഗേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കേട്ടോ. കൊളക്കട്ടയായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ലഞ്ച് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വാങ്ങിച്ച മങ്കടയാണേ. അത് കറിയും വെക്കണം, ഫ്രൈയും ചെയ്യണം കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങയും തിരിങ്ങി വെച്ചത് ഇരിപ്പുണ്ട്. പിന്നെ മോര് കാച്ചണം. മോരാണെങ്കിൽ അതിൻ്റെ തൈരാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. തേങ്ങയൊക്കെ ഉണ്ടല്ലോ. ഇനി കുറച്ച് ചക്ക ഇരിപ്പുണ്ട്, അതും കൂടെ വേവിക്കണം. അപ്പോൾ ഇന്ന് മോര് കാച്ചിയത്, മീൻകറി, ഫ്രൈ, ചക്ക വേവിച്ചത്. അത് നമുക്ക് മീൻകറിയിലോട്ട് പ്രിപ്പറേഷനിലോട്ട് പോകാം. മീൻകറിക്കുള്ളാണ്ട് പാത്രമൊക്കെ എടുത്ത് വെച്ചു. എൻ്റെ മൺചട്ടി ചെറുതാണ്, അപ്പം അതുകൊണ്ട് ഞാൻ ഉള്ളി എടുത്തേട്ടോ. മൺചട്ടിയാണ് നല്ലത്. അങ്ങനെ അതെടുത്ത് വെച്ചു. അതിനകത്ത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക്, ഉലുവ, പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി അതെല്ലാം ഇട്ടൊന്ന് വരട്ടി വെക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പിനുള്ളത് എടുക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ മുഴുവനുള്ള കുരുമുളകാട്ടോ ഇട്ട് കൊടുത്തത്. പക്ഷേ ഇതാ ടേസ്റ്റ്. പൊടിച്ച് വെച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ നമ്മൾ എന്തായാലും ഇത് പൊടിക്കണമല്ലോ. ചൂടാറുമ്പോൾ മിക്സിയിലിട്ട് ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയും വേണം. ആ സമയം കൊണ്ട് നമുക്ക് മീൻകറി വേവാനുള്ള വെള്ളം അത്ര എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കുടംപുളി കഴുകി ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. അത് നല്ലോണം തിളച്ച് വരുമ്പം നമ്മൾ ആ അരപ്പൊക്കെ ചേർത്തിട്ട് ഇതിൽ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. ഇതെൻ്റെ അമ്മയുടെ മീൻ കറി കേട്ടോ. അമ്മ ഇങ്ങനെ വയ്ക്കുന്നത്. അങ്ങനെ അതൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇട്ട് കൊടുത്തോ. അതെല്ലാം അടച്ച് വെക്കുമ്പോഴത്തേക്കും നമുക്ക് മീൻ വറുക്കാനുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കണം. അതിനകത്ത് മുളക് പൊടി, കുരുമുളക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ടൊന്ന് ഉപ്പ് എല്ലാം ആവശ്യത്തിനിട്ട് ഞാൻ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി മോര് കാച്ചാനാണേ തേങ്ങ, കുറച്ച് ഉലുവ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, കൊച്ചുള്ളി, ഇഞ്ചി ഇതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയപ്പം ഇതില്ല, കാന്താരി മുളകില്ല. അങ്ങനെ കാന്താരി മുളകൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അതും കുറച്ചും കൂടെ ഇടണം. അതും ഇട്ട് നമുക്ക് തൈരും കൂടെ ഒഴിച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മീൻകറിയുടെ തീ കുറച്ച് വെച്ചേക്കുക കേട്ടോ. ഇല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും. കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അങ്ങനെ മോരിനൊക്കെ അരയ്ക്കാനായിട്ട് എടുത്ത് വെക്കുവാണേ. അങ്ങനെ മോരിനൊക്കെ അരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മോരങ്ങ് കാച്ചിയും കൂടെ എടുക്കാം. അത് ചട്ടി എടുത്തിട്ട് എണ്ണ ഒഴിച്ചു. പിന്നെ കടുക് പൊട്ടിച്ച് കടുകും വറുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാങ്ങി വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് അടിക്ക് എല്ലാം കരിഞ്ഞു പോവും. പിന്നെ അതിലോട്ട് ഞാൻ മോര് അരച്ചത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് മോര് കാച്ചിയെടുക്കാം. ഇനി ചക്ക വേവിക്കണം. ചക്ക വേവിക്കാനായിട്ട് ഞാൻ തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മുളക് പൊടി, കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അരയ്ക്കരുത്. ഇത് ഈ പരുവത്തിന്. അങ്ങനെ ചക്ക ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അരപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ അടിച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് തന്നെ കുഴഞ്ഞ് നന്നായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ ഏകദേശം റെഡി ആയിട്ടോ. മീൻ വറുത്തത്, നല്ല മീൻ കറിയും മോരും പിന്നെ നമ്മുടെ ചക്ക വേവിച്ചതും കൂട്ടി ഇനി ഞങ്ങൾ ചോറ് കഴിക്കട്ടെ കേട്ടോ. ഇനി ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. താങ്ക്